ഏവർക്കും നമസ്കാരം. ജൂൺ അവസാന ആഴ്ചയിൽ റിലീസായിട്ടുള്ള ചിത്രമായിരുന്നു കൽക്കി 2898D. ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ പെർസ്പെക്റ്റീവാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ തിയേറ്ററിൽ പോയിട്ട് ചിത്രം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ OTT ആമസോൺ പ്രൈമിലാണ് കണ്ടത്. ഇന്നലെയാണ് റിലീസായത്. അറിഞ്ഞ ഉടനെ തന്നെ ചിത്രം കാണുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ദൈർഘ്യമുണ്ട് ചിത്രത്തിന്. ചിത്രം റിലീസായ സമയത്ത് വന്ന ചില ന്യൂസ് റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഹാഭാരതത്തെ വളച്ചൊടിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ളതായിരുന്നു അത്. പക്ഷെ ചിത്രം ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ പ്രദർശനത്തിന് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തടസ്സം നേരിടുകയോ ചെയ്തതായിട്ട് അറിവില്ല. ഭരണഘടനയ്ക്ക് മീതെ മതവും എന്ന തരത്തിലുള്ള ഒരുപാട് നാടകങ്ങൾ നമ്മൾ ഈ അടുത്തായിട്ട് ഇടയ്ക്കിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലൊരു ന്യൂസ് വന്നതും ചിത്രം കാണണമെന്ന് അന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിത്രം കണ്ടു. വൻ താരനിബിഡമായിട്ടുള്ള ഒരു ചിത്രം. ക്യാമിയോ റോളുകളിലും വന്ന് കുറേ താരങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു സ്റ്റാർ വാർസ്, മാഡ് മാക്സ്, ട്യൂൺ, ബ്ലേഡ് റണ്ണർ, ഗാർഡിയൻ ഓഫ് ഗാലക്സി, മെട്രിക്സ്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിരുന്നു സംവിധായകനെ കുറിച്ച്. നാഗശ്വിൻ, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ നിന്ന് സംവിധാനം പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ഹോളിവുഡ് മൂവീസ് നിന്ന് കുറച്ച് ഇൻസ്പയർഡ് ആവുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഇനി ചിത്രത്തിലേക്ക് കടക്കാം. പ്രഭാസിൻ്റെ റോള്, ഭൈരവൻ എന്ന് പറയുന്ന റോള്, ആളുടെ ആക്ടിങ്ങും കാര്യങ്ങളും ഇനീഷ്യലി ശരിക്കും ഫീൽ ചെയ്തത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. നമ്മുടെ മലൈക്കോട്ടൈ വാലിബനിലെ ലാലേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ ചെറിയൊരു കോപ്പി ആയിട്ട് തോന്നി. ആകെ ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചൻ്റെ റോളാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റോളായിട്ടുണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ ഈ ഒരു ടൈമിൽ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷേ മലയാളികളായിട്ടുള്ള അന്നാവനും ശോഭനയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അന്നാവൻ്റെ പെർഫോമൻസ് പ്രതീക്ഷിച്ച നിലവാരത്തിലെത്തിയില്ല, അത്രയും ഉയർന്നില്ല. എന്താ പറയുക, എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവരുടെ റോള് കൈകാര്യം ചെയ്തതിനെ കുറിച്ചുള്ള വീഡിയോസ്, ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ലെങ്ത്തും കുറഞ്ഞു പോയി. അത്ര അധികം സമയം അപ്പിയറൻസും ഉണ്ടായില്ല. പിന്നെ ശോഭനയുടെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു നിരാശ കാമുകിയുടെ ലൈനിലാണ് ആള് ആക്ടിങ് ആയിരുന്നത്. പക്ഷെ അവരുടെ റോൾ എന്ന് പറയുന്ന ഒരു ശക്തയായിട്ടുള്ള സ്ത്രീ കഥാപാത്രമായിരുന്നു. നമ്മുടെ ബാഹുബലിക്കകത്തുള്ള ശിവകാമി രമ്യ നമ്പീശൻ അത് കൈകാര്യം ചെയ്തപ്പോൾ എത്ര മനോഹരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു, കാസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് വേണ്ടിയിരുന്നത്. പിന്നെ എന്തുകൊണ്ട് പാർട്ട് 2 കാണണം, എന്തുണ്ട് അതിന് പ്രേരിപ്പിക്കുന്നതായിട്ട് സിനിമയിൽ എന്നാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ഉണ്ടാവണം എന്തായാലും. അപ്പോൾ ഈ അടുത്ത് മാതൃഭൂമിയിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു മലനട ക്ഷേത്രത്തിനെ കുറിച്ചിട്ട്. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ക്ഷേത്രം ഉള്ളത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമാണ്. അവിടുത്തെ വഴിപാട് തന്നെ കള്ളാണ്. അപ്പോൾ എത്രയോ ഈ ഓൾഡ് മങ്ക് അവിടെ വഴിപാടായി കിട്ടിയ കഥയൊക്കെ ആ ഫീച്ചറിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന 2 ആഴ്ച മുന്നെയാണ് മലനട ക്ഷേത്രത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ആനന്ദ് നീലകണ്ഠൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ആനന്ദ് നീലകണ്ഠൻ, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. പിന്നീടാണ് ഇന്നലെയാണ് കൽക്കി ചിത്രം കാണുന്നത്. അപ്പം ഈ ചിത്രത്തിനകത്ത് ഒരു നമുക്കറിയാവുന്ന ഒരു ചരിത്രം ഉണ്ട്. ചരിത്രമല്ല, പുരാണ കഥയുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കുന്തിപുത്രനായ കർണൻ അർജുനനെ വധിക്കില്ല എന്ന് പെറ്റമ്മയായിട്ടുള്ള കുന്തിക്ക് വാക്ക് കൊടുക്കും. കുന്തി അത് ചോദിച്ച് വാങ്ങിക്കുന്നതാണ്. പക്ഷെങ്കിൽ യുദ്ധത്തിൽ കർണൻ അർജുനൻ്റെ കയ്യാൽ വധിക്കപ്പെടും. കൃഷ്ണനാണ് അർജുനനെ പിരികേറ്റുന്നതൊക്കെ. അർജുനപുത്രനായിട്ടുള്ള അഭിമന്യുവിനെ വധിച്ചതിൽ കർണന് പങ്കുണ്ട്. അതുകൊണ്ട് കർണനെ പുറകിൽ നിന്ന് വധിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ കൃഷ്ണൻ അർജുനനോട് സാരോപദേശം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മഹാഭാരത കഥകളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴെല്ലാം നമുക്ക് രോഷം അണപൊട്ടി ഒഴുകും. അത്തരത്തിൽ രോഷം അണപൊട്ടി ഒഴുകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ വിചാരിക്കുന്നു മലയാളികൾക്കെല്ലാം കർണൻ ഒരു ഹീറോ ആണ്. അതുകൊണ്ടാണല്ലോ ആ ഒരു
സെവൻത്ത് ഡേയിലല്ലേ പൃഥ്വിരാജിൻ്റെ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവരാണെൻ്റെ ആ ഒരു ലൈൻ വന്നതും. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കർണനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു സീനുണ്ട്, ഭയങ്കര നമ്മളെ ഗൂസ് ബംസ് വരുന്ന ഒരു സീനുണ്ട്. അർജുനൻ കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണ നീ കണ്ടില്ലേ, ഇവൻ എങ്ങനെ എനിക്ക് സമനാകും, ഇവൻ അമ്പ ചെയ്ത് ഇപ്പം വെറും 2 അടി മാത്രമേ എൻ്റെ രഥം പുറകിലോട്ട് തള്ളി നീക്കാനായുള്ളൂ, എന്നാൽ ഞാൻ ഇവൻ്റെ രഥം 10 അടിയാണ് പുറകിലേക്ക് തള്ളി നീക്കിയത്. അങ്ങനെയുള്ള ഇവൻ എങ്ങനെ എനിക്ക് സമനാകും കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ തിരിച്ചു പറയും, അർജുന നിൻ്റെ രഥം അഗ്നിദേവൻ തന്നിട്ടുള്ള വരമാണ്. അതുപോലെ തന്നെ രഥം കാക്കുന്നത് കൊടിയിലിരിക്കുന്ന ഹനുമാൻ ആഞ്ജനേയനാണ്. അതുപോലെ തന്നെ രഥം തെളിക്കുന്നത് ഈ 3 ലോകങ്ങളും വാഴുന്ന ഞാൻ. എന്നിട്ടും അവൻ രഥം 2 അടി പുറകോട്ട് തള്ളിയെങ്കിൽ ആലോചിച്ച് നോക്ക് അർജുന, അവൻ വെറും യോദ്ധാവല്ല. അപ്പം ഈ നേരത്തെ പറഞ്ഞ ഗൂസ് ബംസ്, രോമാഞ്ചം വരും. അവിടെ മുതൽ ചിത്രം കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറുകയാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട് ലാസ്റ്റ് സീനിൽ. കമലഹാസൻ ആണ് ഇതിനകത്തുള്ള വില്ലൻ എന്ന് പറയുന്നത്, സുപ്രീം യാസിൻ. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് കലിയെയാണ് ആൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പുരാണപ്രകാരം. അപ്പോൾ ഈ കമലഹാസന് ആ ഒരു എക്സ്ട്രാക്റ്റഡ് സിറത്തിൻ്റെ ഒരൊറ്റ ഡ്രോപ്പ് കൊടുത്ത് ആളത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഈ ജരാനരകളൊക്കെ അങ്ങ് മാറി കമലഹാസൻ അങ്ങ് ഒരു കൈൻഡ് ഓഫ് റീജുവനേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഡ്യൂൺ 2 ഫീലൊക്കെ വരുമെങ്കിലും അപ്പോൾ ഈ സീനുകളിലൊക്കെ നമ്മൾ ഓർക്കുന്ന 2 ഇന്ത്യൻ എഴുത്തുകാരുണ്ട്. അമീഷ് ത്രിപാഠിയും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആനന്ദ് നീലകണ്ഠനും. ഞാൻ കടുത്ത ഫാനാണ് ഇവരുടെ 2 പേരുടെയും. അമീഷ് ത്രിപാഠി മിത്തോളജിക്കൽ ഫിക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, മിത്തോളജിയിലേക്ക് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായിട്ടുള്ള പുസ്തക സീരീസ് ഉണ്ട്, ശിവ ട്രിലോജി, അതുപോലെ തന്നെ രാമചന്ദ്ര സീരീസ്, അങ്ങനെയുള്ള ആ പുസ്തകങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഇനി ആനന്ദ് നീലകണ്ഠൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുവെച്ചാൽ ആളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൻറ്റാഗണിസ്റ്റ്. അതായത് നമുക്കറിയാവുന്ന പുരാണത്തിലെ വില്ലന്മാരെ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ലൈക്ക് രാവണൻ, ദുര്യോധനൻ എന്നിവരെ എല്ലാം എടുത്തിട്ട് അവരുടെ പെർസ്പെക്റ്റീവിൽ കഥ പറയുന്ന ഒരു രീതിയാണ് ആനന്ദ് നീലകണ്ഠൻ്റേത്. അപ്പം എനിക്ക് ആ സ്റ്റോറീസും എൻ്റെ ഫേവറേറ്റ് സ്റ്റോറീസാണ്, ഫേവറേറ്റ് ബുക്സാണ്. ആനന്ദ് നീലകണ്ഠൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സീനുകൾ കണ്ടു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മിത്തോളജിക്കൽ ഫിക്ഷനും ദെൻ കമ്മിങ് ടു ദിസ് എന്താ പറയുക ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കഥ പറയാൻ പോകുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പാർട്ട് 2 കാണാനുള്ള ഒരു ത്വര കയറും. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിനിമ കഴിഞ്ഞ ഉടനെ ഗൂഗിൾ ചെയ്യും പാർട്ട് 2 എന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 2027 ആവും എന്നാണ് പറയപ്പെടുന്നത്. വൻശോകം, ഇനി 3 വർഷം കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് 2027 പാർട്ട് 2 കാണാം. അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ശുഭദിനം.